ഗൾഫിൽ ജോലിക്കാരനായ ഭർത്താവ് നാട്ടിൽ സ്വപ്ന സൗധം പണിതിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് പുതുമയുടെ മണം വിട്ടുമാറാത്ത ആ ആഡംബര വീട്ടിൽ രക്തം ചിന്തിക്കൊണ്ടുള്ള ഭാര്യയുടെ അപകട മരണം സംഭവിച്ചത്. അതും ആഡംബരത്തിന്റെ പ്രതീകമായി ഫിറ്റ് ചെയ്ത ബാത്റൂമിലെ നിലത്ത് മുട്ടാത്ത വാൾ മൗണ്ട് ക്ലോസറ്റ് മൂലം. നിലത്ത് മുട്ടാത്ത വാൾ മൗണ്ട് ക്ലോസറ്റ് എങ്ങനെ തന്റെ സ്വപ്ന ജീവിതം തകർത്തു കളഞ്ഞുവെന്നാണ് സതീഷ് മണ്ണൂർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ കുറിപ്പ് വൈറലായി പ്രചരിക്കുകയാണ്. സതീഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഭൂരിഭാഗവും എന്റെ ഭാര്യ ഹരിപ്രിയയ്ക്ക് സംഭവിച്ച ദുരന്തം അറിഞ്ഞു കാണുമല്ലോ. 16 വർഷം എന്റെ കൂടെ എന്റെ നിഴലായി നടന്ന അവളുടെ ആകസ്മിക മരണത്തിൽ തകർന്നു പോയ എന്നെയും കുടുംബത്തെയും നേരിട്ടും അല്ലാതെയും ആശ്വസിപ്പിച്ച എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്ന സൗധം പണിത് താമസം തുടങ്ങിയിട്ട് 1.5 വർഷമേ ആകുന്നുള്ളൂ. നാട്ടിലില്ലാത്തതിനാൽ വീട് പണിയുവാൻ ഫുൾ കോൺട്രാക്ട് നൽകുകയായിരുന്നു. ബാത്റൂമുകളിൽ കൂടുതൽ ഭംഗിയും വൃത്തിയുമുള്ള പ്രമുഖ കമ്പനിയുടെ വാൾ മൗണ്ട് ക്ലോസറ്റുകൾ കോഴിക്കോട്ടെ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ നിന്നും ഞങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-ന് ബാത്റൂമിൽ പോയ ഭാര്യ പ്രസ്തുത ക്ലോസറ്റ് പൊട്ടി താഴോട്ടു പതിച്ച് ചിതറിത്തെറിച്ച് അതിന്റെ മൂർച്ചയേറിയ ഭാഗങ്ങൾ തുടയിലും വയറ്റിലും കുത്തിക്കയറി ചോര വാർന്ന് ആരുമറിയാതെ മരണപ്പെടുകയായിരുന്നു. ഞാൻ ജോലി സംബന്ധമായി തിരുവനന്തപുരത്തും 14ഉം 11ഉം വയസ്സുള്ള മക്കൾ കളിക്കുകയുമായിരുന്നു. ഇപ്പോൾ പലരും പറയുന്നു ഇത്തരം വാൾ മൗണ്ട് ക്ലോസറ്റുകൾ അപകടകാരികളാണ് എന്നും ധാരാളം പേർക്ക് ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നും. ഇത് ഫിറ്റ് ചെയ്യുന്നേരം ആരും ഇങ്ങനെയൊന്നും പറയുകയുണ്ടായില്ല. അതുകൊണ്ട് പുതുതായി വീട് പണിയുന്നവരും ഇത്തരം ക്ലോസറ്റുകൾ ഉപയോഗിക്കുന്നവരും അല്പം ജാഗ്രത പുലർത്തുക. പുറം ഭംഗിയിലല്ല കാര്യം, നിലത്ത് സീറ്റിംഗ് ഉള്ള ക്ലോസറ്റുകൾ ഉപയോഗിക്കുന്നതാകും നല്ലത് എന്ന് തോന്നുന്നു. കൂടാതെ പരിചയസമ്പന്നരായ പ്ലംബർമാരെ ജോലി ഏൽപ്പിക്കുക. കാരണം ഇതിന്റെയൊന്നും ABCD അറിയാത്തവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും. ഇതിന്റെ ദോഷവശങ്ങൾ ഒരു ബിൽഡറോ കമ്പനിയോ നിങ്ങളോട് ഒരിക്കലും പറയുമെന്ന് തോന്നുന്നില്ല. ഈ ദുരന്തത്തിന്റെ ഭീകരത മനസ്സിലാക്കാത്തവർക്കായി പ്രസ്തുത ബാത്റൂമിന്റെ ഒരു ഫോട്ടോ കൂടി ചേർക്കുന്നു എന്ന് അകാലത്തിൽ ഭാര്യയെ നഷ്ടപ്പെട്ട ഒരു ഭർത്താവും അമ്മയെ നഷ്ടപ്പെട്ട മക്കളും. ഇങ്ങനെയായിരുന്നു കുറിപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.